Hi everyone, welcome to Learn to Study. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് പെട്ടെന്ന് പറയാവുന്ന അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, അത് സ്മോൾ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആണ്. അതേപോലെ തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടൈം കൺസ്യൂമിങ് കുറവാണ്, കോസ്റ്റ് കുറവാണ്, എഫേർട്ട് കുറവാണ്, കോസ്റ്റ്ലി അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം ഹാസ് സർട്ടൺ അഡ്വാൻറ്റേജസ് ഓവർ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്, എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതാണ്. സിംഗിൾ എൻട്രി എഫേർട്ട്ലെസ് ആണ്. ഡബിൾ എൻട്രി എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്, സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. ഒക്കെ നമ്മൾ ഡിഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദം ആർ ആസ് ഫോളോസ്. അപ്പോൾ അഡ്വാൻറ്റേജസിൽ കുറച്ച് അഡ്വാൻറ്റേജസ് നമ്മളിവിടെ താഴെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സിമ്പിൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് എന്ത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെറിറ്റ് എന്താണ്, സിമ്പിൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് സിമ്പിളാണ്, വളരെ ഈസിയാണ്. ഒരു ഹാർഡ് വർക്കിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഒന്നും ഇതിൽ ഫോളോ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആൻഡ് എക്കണോമിക്കൽ. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ്ലി ആണ്, വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം വൈൽ കമ്പയറിംഗ് ടു ഡബിൾ എൻട്രി. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എക്കണോമിക്കൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പം മൂന്നാമത്തെ അഡ്വാൻറ്റേജ് അത് തന്നെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ എന്റർപ്രൈസസ്. സ്മോൾ എന്റർപ്രൈസസിനാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ. നാലാമത്തെ മെറിറ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് പോസിബിൾ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ക്വിക്ക്ലി. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു മെറിറ്റ് ആണ് എന്ത്, ട്രാൻസാക്ഷൻസ് നമുക്ക് ക്വിക്ക്ലി വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. അപ്പം എന്ത് ചേഞ്ചസ് വരുന്നുണ്ടോ ആ ചേഞ്ചസിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മെറിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഓക്കെ, ലിമിറ്റേഷൻസ്, ഡിമെറിറ്റ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓർ ഡിഫക്റ്റ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പം എങ്ങനെ ചോദിച്ചാലും നമുക്കൊരു ആൻസർ ആണ്. ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ചോദിച്ചാൽ ഇത് എഴുതാം, ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചാലും എഴുതാം, ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും എഴുതാം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം സഫേഴ്സ് ഫ്രം certain drawbacks as compared to double entry system. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിംഗിൾ എൻട്രി സിസ്റ്റം certain ഡ്രോബാക്സ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ certain ലിമിറ്റേഷൻസ് ആണ് താഴെ പറയുന്നത്. ഒന്നെന്താണ്, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ്. ഒന്ന്, അത് ഇൻകംപ്ലീറ്റ് ആണ്, പൂർണ്ണതയില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിന് ഒരു പൂർണ്ണത ഉണ്ട്, കംപ്ലീറ്റ് ആണ്. കാരണം അതിൽ രണ്ട് സൈഡ്, ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് സൈഡ് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യും. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇൻകംപ്ലീറ്റ് ആണ്. ദെൻ ഇത് അൺസയൻറ്റിഫിക് ആണ്. അൺസയൻറ്റിഫിക് ആണെന്ന് പറയാൻ കാരണം എന്താണ്, ഒരു സയൻറ്റിഫിക് മെത്തേഡ്സോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കോ ഒന്നും നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നില്ല, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അത് അൺസയൻറ്റിഫിക് ആണ് ആൻഡ് അൺസിസ്റ്റമാറ്റിക് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഡിമെറിറ്റ് എന്ന് പറയുന്നത്, ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റേൻ്റെ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ്റെ, ട്രാൻസാക്ഷൻസിൻ്റെ ഒന്നും ആക്യുറസി, അതിൻ്റെ കൃത്യത നമുക്ക് മെഷർ ചെയ്യാനും സാധിക്കില്ല. ഓക്കെ, ഹെൻസ് അരിതമെറ്റിക്കൽ ആക്യുറസി കനോട്ട് ബി ചെക്ക്ഡ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അരിതമെറ്റിക്കൽ ആക്യുറസി
ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. ഇവിടെ നോമിനൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പകരം ക്യാഷ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്, പക്ഷേ ക്യാഷ് അക്കൗണ്ട് മാത്രമേ റിയൽ അക്കൗണ്ടിൽ നിന്ന് എടുക്കുള്ളൂ, ബാക്കി റിയൽ അക്കൗണ്ട്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. കാരണം ഇവിടെ ട്രൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ഡ്രോബാക്ക് ആയിട്ട് ലിമിറ്റേഷൻ ആയിട്ട് എഴുതാം. എന്താണ്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമുക്ക് ട്രൂ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഒന്നും അസർട്ടൈൻ ചെയ്യാൻ പറ്റൂല, ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റൂല, കാരണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിമെറിറ്റ്, ഇറ്റ് ഡസ് നോട്ട് കീപ് റെക്കോർഡ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എല്ലാ അസറ്റ്സിൻ്റെ എല്ലാ ലയബിലിറ്റീസിൻ്റെയും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പോസിബിൾ അല്ല. ദെയർഫോർ ബാലൻസ് ഷീറ്റ് കനോട്ട് ബി പ്രിപ്പയർ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തിനു വേണ്ടി? ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഓക്കെ, ഇപ്പോൾ ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള അസറ്റ്സോ ലയബിലിറ്റീസോ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യണില്ല, കാരണം അസറ്റും ലയബിലിറ്റി എന്നൊക്കെ പറയുന്നത് റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്. സോ അതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യണില്ല. Then next, it is not suitable for large concerns like joint stock companies. വലിയ ബിസിനസ്സിലൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് നെക്സ്റ്റ് ലിമിറ്റേഷൻ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ത് ചെയ്യൂല, ആക്സെപ്റ്റ് ചെയ്യൂല, കാരണം അതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് to detect errors and frauds because accounts are incomplete. അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനും അത് കണ്ടെത്താനും അത് തിരുത്താനും സാധിക്കില്ല. അതേപോലെ തന്നെ ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിലും അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് തിരുത്താനോ നമുക്ക് സാധിക്കില്ല. ഓക്കെ, then next, it is difficult to value the goodwill of the business at the time of sale of the existing. അപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് ബിസിനസ് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ. ദെൻ ലാസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ഇൻ കേസ് ഓഫ് ലോസ് ഓർ ഡാമേജ് ടു ഗുഡ്സ് ഓർ അസെറ്റ്. അപ്പോൾ അസറ്റിനോ അല്ലെങ്കിൽ ഗുഡ്സിനോ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ലോസോ വന്നിട്ടുണ്ടെങ്കിൽ ദി എമൗണ്ട് ഓഫ് ക്ലെയിം കനോട്ട് ബി അസർട്ടൈൻഡ് കറക്റ്റ്ലി ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാനും കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം? മെയിനായിട്ട് വരുന്ന 3 ടൈപ്പ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ദേ ആർ ആസ് ഫോളോസ്. മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് വരിക. അത് താഴെ പറയുന്നതാണ്. ഒന്നാമത്തെ എന്താണ്? പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഒന്ന് പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദി സിസ്റ്റം നോ സബ്സിഡിയറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. സബ്സിഡിയറി ബുക്സ് ഒന്നും പ്രിപ്പയർ ചെയ്യൂല, അതായത് ലെഡ്ജറോ മറ്റു കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യൂല എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അതാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, അതായത് ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഇൻഫർമേഷൻ മാത്രമേ കാണിക്കുള്ളൂ. ഒരു ക്യാഷ് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഓൺലി ദി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടും ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, പക്ഷേ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് അക്കൗണ്ടും അതായത് ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ ഒരു ബുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതർ സബ്സിഡിയറി ബുക്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. മറ്റ് സബ്സിഡിയറി ബുക്കുകളൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൂല.
ഓക്കെ. ഇവിടെ നിന്നും അക്കൗണ്ട് ആയിട്ടല്ല വരിക. ഇവിടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരിക. അപ്പം ഞാൻ പറയുമ്പോൾ അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആയിട്ടല്ല വരിക, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരിക. കാരണം ഡെപ്റ്റേഴ്സിന്റെ ഒരു ബുക്ക്, ക്രെഡിറ്റേഴ്സിന്റെ ഒരു ബുക്ക് ആയിട്ടാണ് വരിക. ഓക്കെ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ആണ് ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്വാസി പറഞ്ഞാൽ എന്താണ്? അർദ്ധ. ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് അണ്ടർ ദിസ് സിസ്റ്റം പേഴ്സണൽ അക്കൗണ്ട്സ്, ക്യാഷ് ബുക്ക് ആൻഡ് സം സബ്സിഡിയറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ സെർട്ടൺ സബ്സിഡിയറി ബുക്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ക്യാഷിൽ പർച്ചേസ് സെയിലൊക്കെ കൂടുതൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർച്ചേസിൻ്റെ അക്കൗണ്ടും ഒരു സെയിൽ അക്കൗണ്ടും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു സബ്സിഡിയറി ബുക്കും മെയിൻറ്റെയിൻ ചെയ്യൂല. അവിടെ പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അതായത് ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഇൻഫോർമേഷൻ മാത്രമേ കാണിക്കുള്ളൂ. ദെൻ രണ്ടാമത്തത് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ ഒരു ബുക്കും ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു ബുക്കും, അതായത് പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണമായിട്ടും സിംഗിൾ എൻട്രി അല്ല, എന്നാൽ പൂർണ്ണമായിട്ട് ഡബിൾ എൻട്രി അല്ല. അതിൻ്റെ രണ്ടിലും, അതായത് ഡബിൾ എൻട്രിയിൽ നിന്നും പകുതി എടുക്കും, സിംഗിൾ എൻട്രിയിൽ നിന്നും പകുതി എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, പേഴ്സണൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടും ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് സബ്സിഡിയറി ബുക്സും കൂടെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ ഗ്രൂപ്പിൽ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.